വീട്ടിലൊരു വയസ്സായ കുഞ്ഞുങ്ങളുണ്ടോ? എന്നാൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ കുഞ്ഞു മക്കളെ, ഒരു വയസ്സായിട്ടുള്ള മക്കളെ നമ്മൾ പഠിപ്പിക്കേണ്ടതായിട്ടുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ? നമുക്ക് ആദ്യമായിട്ട് കുഞ്ഞുങ്ങളെ, ഒരു വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് ബേസിക്കായിട്ട് നമുക്ക് ഏറ്റവും ആദ്യം നമുക്ക് ചൂട്, തണുപ്പ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാം. അതായത് ചെറിയൊരു ചൂടൊക്കെ ആകുമ്പോൾ ഇതാണ് ചൂട്, തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ തൊടാൻ പറ്റുന്ന ചൂടൊക്കെ ആണെങ്കിൽ അവർക്ക് തൊട്ട് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കി കൊടുക്കാം ചൂട് ഇതാണ്. അപ്പോൾ മറ്റ് ഹൈ ആയിട്ടുള്ള ചൂടുള്ള സംഭവങ്ങളിൽ നമുക്ക് അവരെ അത് കാണിച്ചിട്ട് പേടിപ്പിച്ച് തൊടാൻ പാടില്ല എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് തണുപ്പും. നമ്മൾ സാധാരണ ചെറിയൊരു തണുപ്പൊക്കെ ആകുമ്പോൾ കുഴപ്പമില്ല, അത് വിചാരിച്ച് ഐസ് ക്യൂബ് മറ്റു കാര്യങ്ങളാകുമ്പോൾ അവർക്കത് പറഞ്ഞു കൊടുത്താൽ തന്നെ പെട്ടെന്ന് പിടികിട്ടും. അപ്പോൾ തീരെ കുറവായിട്ടുള്ള തണുപ്പ്, ചൂട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇപ്പോൾ പ്രത്യേകിച്ച് മറ്റ് ഇപ്പോൾ തീയൊക്കെ തൊടാനൊക്കെ പോകുന്ന നേരത്തെ അയ്യോ മോനെ ചൂടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി മനസ്സിലാവണമെങ്കിൽ ആ നേരത്തെ അതിനെ പറ്റിയിട്ടുള്ളൊരു അറിവ് കുഞ്ഞിന് വേണ്ടേ, അതുകൊണ്ടാണ് കേട്ടോ. അതുപോലെ തന്നെ കുഞ്ഞിനെ പഠിപ്പിച്ചെടുക്കേണ്ട കാര്യമാണ്, ഒരാളെ നമ്മൾ കണ്ടാൽ, നമുക്കറിയാവുന്ന ഒരാളെ കണ്ടാൽ നമ്മൾ വിഷ് ചെയ്യുക, ഒരു ഹലോ, ഒരു ഹായ്. അതല്ലെങ്കിൽ നമ്മൾ പേരൻസ് അങ്ങനെ ആരെങ്കിലും പരിചയപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ മോനെ ഇന്ന ആളാണ് എന്ന് പറയുമ്പോൾ ഒരു ഷേക്ക് ഹാൻഡ് കൊടുക്കുക. അപ്പോൾ അങ്ങനത്തെ ഒരു ആദിത്യ മര്യാദ കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ഒരു സംഭവം ആരെങ്കിലും നമുക്ക് തന്നു കഴിഞ്ഞാൽ അവർക്കൊരു താങ്ക്സ് പറയാം. അതുപോലെ നമ്മുടെ കൈ കൊണ്ടൊരു തെറ്റ് പറ്റിയെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ ഒരു സോറി പറയാം. അതൊക്കെ ചെറുപ്പത്തിലേ പഠിപ്പിച്ചു കൊടുക്കണം. അതല്ലെങ്കിൽ അവരുടെ മനസ്സിൽ അതിനൊന്നും ആവശ്യമില്ല, അല്ലെങ്കിൽ ചെയ്യാത്ത ശീലങ്ങളായി പോകും. അപ്പോൾ അവർക്കത് ഉൾക്കൊണ്ട് പിന്നീടത് പറയാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞിനെ ചെറുപ്പം മുതലേ പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമാണ് നമ്മുടെ റിലേഷൻസ്. നമ്മുടെ ആദ്യം വീട്ടിലുള്ളവർ ആദ്യം എന്താണ്, ഇപ്പോൾ അച്ഛൻ, അമ്മ, അച്ഛമ്മ, അച്ചാച്ചൻ, ആ ഒരു രീതിയിൽ പറഞ്ഞു കൊടുക്കുക. പിന്നെ കുറച്ചും കൂടി വർത്താനമൊക്കെ ആയി തുടങ്ങിയാൽ നമുക്ക് അവർക്ക് അവരുടെ പേരുകൾ നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. കുറച്ചും കൂടിയും ഇച്ചിരിയും കൂടിയും പറ്റി കഴിഞ്ഞാൽ നമുക്ക് മൊബൈൽ നമ്പർ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. അതൊക്കെ ഇച്ചിരി വലുതായാലാണ് പറ്റുക. നമുക്ക് ഇച്ചിരി ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി കുട്ടികൾക്ക് പേടിക്കാണ്ട് നമുക്കൊന്ന് ആരോടെങ്കിലും പറഞ്ഞിട്ടെങ്കിലും ഒന്ന് വിളിപ്പിക്കാനായിട്ട് അതൊക്കെ ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഒരു വയസ്സിലത് പറ്റില്ല കേട്ടോ, ആദ്യമേ പറഞ്ഞേക്കാം. അപ്പോൾ കുട്ടികൾക്ക് കസിൻസിൻ്റെ പേര്, ഫാമിലിയിലത്തെ ആൾക്കാരുടെ പേര്, കൂടെയുള്ള കുട്ടികളുടെ പേര് ഒക്കെ പഠിപ്പിച്ചു കൊടുത്താൽ അവർ കേൾക്കാനും ഇൻട്രസ്റ്റുള്ള സമയമാണ്, പറയാനും ഇഷ്ടമുള്ള പ്രായമാണ്. അപ്പോൾ അതൊക്കെ നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ പുതിയതായിട്ടുള്ള വേർഡ്സ് എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണ് കുട്ടികൾ സ്റ്റാർട്ടിങ് ആയിട്ടുള്ള സമയത്ത്. ആ സമയത്ത് കൂടുതൽ കാർട്ടൂണ് അങ്ങനത്തെ കണ്ട് കുട്ടികളൊരു സ്ഥലത്ത് ഇരുത്താതെ നമ്മളായിട്ട് ഇപ്പോൾ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കാണിച്ചു കൊടുക്കാം. ഇപ്പോൾ ആട്, കോഴി, താറാവ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ കാണിച്ചു കൊടുക്കാം. ഇപ്പോൾ കൂടുതലും വീടുകളിൽ ഒരു കോഴിയോ പശുവോ ഉണ്ടെങ്കിലായി, അതല്ലാതെ പട്ടിയൊക്കെ ഉണ്ടാവും. അതല്ലാതെ താറാവോ മറ്റ് സംഭവങ്ങളോ പണ്ടത്തെ പോലെയൊന്നും കാണാൻ സാധ്യതയില്ല. അങ്ങനെയില്ലാത്ത സമയത്ത് നമുക്കൊരു പുസ്തകം മേടിക്കാം കുട്ടികൾക്ക്, എന്നിട്ട് അതിൽ നിന്ന് കാണിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കാം ഇതൊക്കെ വീട്ടിൽ വളർത്താവുന്ന മൃഗങ്ങളാണ്, ഇതിനൊക്കെ നമുക്ക് ഇങ്ങനെ യൂസ് ഉണ്ട്, ഇത് മുട്ട തരും, ഇത് പാല് തരും, അങ്ങനെയൊക്കെ നമുക്ക് പറഞ്ഞ് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് പറ്റും. അവർക്ക് എപ്പോഴും എല്ലാ കാര്യങ്ങളും അത്ഭുതമായിട്ട് തോന്നുന്നൊരു പ്രായമാണത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ ബേസിക്കായിട്ട് ഒരു വയസ്സായ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്കറിയാമെങ്കിൽ അത് കമൻറ്റിലായിട്ട് പറയട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു. ഇതോ 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 പത്തിരി. ഇതോ ഉപ്പുമാവ്. ഇതോ ബ്രെഡ്. ആ എൻ്റെ അമ്മ അതറിയോ? ഇതോ ഇതോ ചപ്പാത്തി. ഗൂഗിൾ ഗൂഗിൾ ഗൂഗിൾ.